ബിഗ് ബോസ് ഷോയ്ക്കെതിരെ തുറന്നടിച്ച് സംവിധായകനും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയുമായ അഖിൽ മാരാർ. സീസൺ 6-ലെ മത്സരാർത്ഥിയായിരുന്ന സിബിനെ പുറത്താക്കിയതിനെതിരെ ഗുരുതര ആരോപണമാണ് അഖിൽ ഉന്നയിച്ചിരിക്കുന്നത്. ബിഗ് ബോസ് ഷോയുടെ തലപ്പത്തിരിക്കുന്ന 2 പേർ ചേർന്നാണ് സിബിനെ പുറത്താക്കാൻ ശ്രമിച്ചതെന്നും പല നെറികേടുകളും ഷോയിൽ ഇവർ കാണിക്കുന്നുണ്ടെന്നും അഖിൽ ആരോപിച്ചു. അഖിലിൻ്റെ വാക്കുകളിലേക്ക്: ബിഗ് ബോസ് എന്ന ഷോയെക്കുറിച്ചും ചാനലിൻ്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നെറുകേടുകളും കൃത്യമായി അറിയാവുന്ന ആളാണ് ഞാൻ. അതിനർത്ഥം അതുവെച്ചിട്ട് റോബിൻ പറഞ്ഞതുപോലെ നന്ദികേട് കാണിക്കരുതെന്ന് പറയാൻ വരരുത്. എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ബിഗ് ബോസിൻ്റെയോ ചാനലിൻ്റെയോ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. എന്നെ സംബന്ധിച്ച് സിനിമ ചെയ്യാൻ നിൽക്കുന്നയാളാണ് ഞാൻ. ചാനലുമായുള്ള എല്ലാ ബന്ധവും എനിക്ക് ഗുണകരമായി മാറുകയേ ഉള്ളൂ. ഇതെല്ലാം അറിഞ്ഞ് മിണ്ടാതെ നിന്നാൽ എൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാകൂ. റോബിൻ വ്യക്തിപരമായി ഉണ്ടായ ഒരു സംഭവത്തിൽ പ്രതികരിച്ചതുപോലെയല്ല ഞാനിവിടെ പറയുന്നത്. എനിക്ക് വ്യക്തിപരമായി പ്രശ്നങ്ങളില്ലെന്ന് മാത്രമല്ല, എല്ലാവരുമായി സൗഹൃദം മാത്രമേ ഉള്ളൂ. ബിഗ് ബോസ് സീസൺ 6-ന്റെ 50-ാം ദിവസത്തെ തുടർന്ന് ഷോയ്ക്ക് ആശംസ അറിയിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ എന്നെ വിളിച്ചിരുന്നു. വെറും നാറിപ്പുഴുത്തുകൊണ്ടിരിക്കുന്ന ഷോയാണ്. എന്നാലും എന്നെ ജനങ്ങൾ അറിയാൻ കാരണമായ ആ ഷോയോടുള്ള ഇഷ്ടം കൊണ്ട് വീഡിയോ എടുത്തയക്കാമെന്ന് പറഞ്ഞ് വീഡിയോ അയച്ച ആളാണ് ഞാൻ. ഇപ്പോൾ ഇത് പറയാൻ കാരണം ബിഗ് ബോസിൽ നിന്നും പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് തലപ്പത്തിരിക്കുന്ന ചിലർ നടത്തിയ നെറികേടിനെതിരെ പറയാതിരിക്കാൻ എനിക്കാവില്ല. ഇവന്മാർ എൻ്റെ സിനിമയെ ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുമായിരിക്കും. അങ്ങനെയെങ്കിൽ സിനിമ വേണ്ടെന്ന് ഞാൻ വയ്ക്കും. 2 പേരാണ് ഇതിന് പിന്നിൽ. ചാനലിൻ്റെ ഓൾ ഇന്ത്യ ഹെഡൊക്കെ വളരെ നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തോടും അവിടെയുള്ള മറ്റ് നല്ലവരായ മനുഷ്യരെയുമൊക്കെ ഓർത്തുകൊണ്ടാണ് ഇത്രയും കാലം മിണ്ടാതിരുന്നത്. ഞാൻ ഇന്നേ ദിവസമാണ് അറിയുന്നത് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ ഷോയിൽ നിന്നും പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചതല്ല. 5 വർഷമായി ഈ ഷോയുടെ ഡയറക്ടറായിരുന്ന അർജുൻ എന്നയാൾ ഇറങ്ങിപ്പോയെന്ന യാഥാർത്ഥ്യം കൂടി അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. ഈ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടറായിരുന്ന റുബീന എന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്നും മാറ്റി നിർത്തി. ഇവന്മാരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾ ജയിച്ചു വരാൻ വേണ്ടി ഇവർ കാണിക്കുന്ന ഈ നെറുകേടുകൾക്കെതിരെ ആരെങ്കിലുമൊക്കെ വിളിച്ചു പറയണ്ടേ? റോബിന് പറ്റിയത് റോബിൻ വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ പേരിൽ വായിൽ തോന്നിയ വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞു. അന്ന് അവനെ എല്ലാവരും അതുകൊണ്ട് പുച്ഛിച്ചു. ഞാൻ സംസാരിക്കുന്നത് എനിക്കുണ്ടാകാൻ പോകുന്ന എല്ലാ നഷ്ടങ്ങളും ഏറ്റെടുക്കാൻ തയ്യാറായിക്കൊണ്ടാണ്. ആരെയും എനിക്ക് ഭയമില്ല. സത്യം വിളിച്ചു പറയുക തന്നെ ചെയ്യും, അഖിൽ പറഞ്ഞു.